കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരുക്കനാളിൻ്റെ പ്രഭാത സമയത്ത് നമുക്കേവർക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും ചിന്തിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നൽകിയ ഈ നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നെന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. അതോടൊപ്പം ഇന്നത്തെ ഈ പ്രഭാത ജാഗരണ ചിന്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ളതായ ഭാഗം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ആരാധന എന്നുള്ളതിനെക്കുറിച്ചാണ്. വെളിപ്പാട് പ്രവചന പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഇപ്രകാരം വായിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുൻപിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. സ്വർഗത്തിൽ ആരാധന നമുക്കറിയാം. എല്ലാ ശനിയാഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ ആലയങ്ങളിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധന ഉണ്ടായിരിക്കും. ഒരാളുടെ മുൻപിൽ തല കുനിക്കുന്നതിന് അല്ലെങ്കിൽ തല കുനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു വിനയത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആരാധനയുടെയും ഒരു പ്രവൃത്തിയായിട്ട് നാം കണക്കാക്കുന്നു. നമ്മേക്കാൾ മുതിർന്ന ഒരു വ്യക്തിയുടെ മുൻപിൽ നാം ബഹുമാന സൂചകമെന്ന വണ്ണം എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. നരച്ചവൻ്റെ മുൻപാകെ വളരെ ബഹുമാനത്തോടെ നാം നിൽക്കാറുണ്ട്. എന്നാൽ ഇതൊക്കെയും ചെയ്യാതെ ഒരു കൂസലുമില്ലാതെ നമ്മേക്കാൾ ഉയർന്ന റാങ്കുകളിലുള്ള പദവിയിലുള്ളവർ അല്ലെങ്കിൽ നല്ല പ്രായമുള്ള ആളുകൾ നമ്മുടെ മുൻപാകെ നടന്നു പോകുമ്പോൾ നാം കാലിന്മേൽ കാലും കയറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ അതിന് മര്യാദകേട്, അനാദരവ് ആയിട്ട് നാം കാണുന്നു. എന്നാൽ ഇവിടെ സ്വർഗത്തിൽ ഉള്ളതായ ആരാധനയെപ്പറ്റി പറഞ്ഞിരിക്കുന്നതും 24 മൂപ്പന്മാരും 4 ജീവികളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് പരിശുദ്ധൻ 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 എന്ന് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചതുപോലെ ദൈവത്തെ ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തുതി അർപ്പിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു ഒക്കെയും നമ്മൾ കാണുവാൻ കഴിയുന്നു. ദൈവം ഓരോ ദിവസവും നമ്മെ ജീവനുള്ള ഒരു ദേശത്ത് ഓരോ നിമിഷവും ശേഷിപ്പിച്ചതിന് നാം ദൈവത്തിൽ നന്ദിയുള്ളവരായിരിക്കുക. അബ്രഹാം ദൈവത്തെ നമസ്കരിച്ചു. യേശു ക്രിസ്തുവിനെ പലരും ഈ ഭൂമിയിൽ നമസ്കരിച്ചു. ദൈവദൂതനെ നമസ്കരിക്കുവാൻ തക്കവണ്ണം യോഹന്നാൻ പുറപ്പെട്ടപ്പോൾ കവിണ് വീണപ്പോൾ ആ ദൂതൻ പറഞ്ഞു, എന്നെ അരുത്, അല്ലെങ്കിൽ എന്നെ നമസ്കരിക്കുവാൻ തക്കവണ്ണം പാടില്ല, ഞാൻ വെറുമൊരു സൃഷ്ടിയാണ്. അപ്രകാരം നാം ആരെയാണ് നമസ്കരിക്കേണ്ടത്, ആരാധിക്കേണ്ടത്? ആരാധന എപ്പോഴും നാം ചെയ്യേണ്ടത് ഈ പ്രപഞ്ചത്തെയും ലോകത്തെയും മനുഷ്യരെയും മൃഗങ്ങളെയും സകല ചരാചരങ്ങളെയും ഇവൻ ദൂതന്മാരെയും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവത്തിന് മുൻപാകെയാണ് എന്ന് നാം മനസ്സിലാക്കുക. ദൈവത്തിനാണ് നാം എപ്പോഴും ആരാധന നൽകേണ്ടത്, സ്തുതിക്കേണ്ടത്, സ്തോത്രം ചെയ്യേണ്ടത്. എന്നാൽ ഇന്നുള്ള ലോകം പല സെലിബ്രിറ്റിയെയും അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെയും ആരാധിക്കുന്നതായിട്ട് കാണുന്നു. അവർ മതി അവർക്ക്. എന്നാൽ ഈ ആരാധനയ്ക്ക് യോഗ്യനായ ഒരേ ഒരു വ്യക്തി, ഒരേ ഒരാളെ ഉള്ളൂ. അത് സർവശക്തനായ ദൈവമാണ്, യേശു ക്രിസ്തുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വെളിപ്പാട് പ്രവചന പുസ്തകം 4:11 കർത്താവെ, അവിടുന്ന് സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം അവിടുത്തെ ഇഷ്ടം ഹേതുവാലുണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ മൂപ്പന്മാർ തങ്ങളുടെ കിരീടങ്ങളെ താഴെ വയ്ക്കുന്നതായിട്ട് കാണുന്നു. സർവ്വ ആരാധനയ്ക്കും ബഹുമാനത്തിനും യോഗ്യനായിരിക്കുന്നത് കർത്താവായ ദൈവമാണ്. ആ ദൈവത്തെ നാം ആരാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കുക. അതുപോലെ ഈ ഭൂമിയിലുള്ള ആരാധന ഇതിൻ്റെ ഒരു റിഹേഴ്സൽ മാത്രമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നടക്കുന്ന ആ പ്രവൃത്തി സ്വർഗത്തിൽ വെച്ചായിരിക്കും. അതിലും നാം ഓരോരുത്തരും പങ്കാളികളാകണം. അതിനുവേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നാം ആയിരിക്കുന്നത്. എന്നാൽ നമുക്ക് എത്ര പേർക്ക് പറയുവാൻ കഴിയും, എനിക്ക് സ്വർഗത്തിൽ ചെന്നാൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുമെന്ന്? നാം ചിന്തിക്കുക. ഞാൻ ആദ്യം സ്വർഗത്തിൽ പോകും എന്നുള്ളതായി തീരുമാനമുണ്ടാകുക. ആ ഒരു ഉറപ്പ് നമ്മളിലുണ്ടായിരിക്കും. രക്ഷയുടെ ഉറപ്പ്, നിത്യജീവൻ്റെ ഉറപ്പ് നമ്മളിൽ ഓരോരുത്തരും ഉണ്ടായിരിക്കുക. ജീവികൾ താഴെ വീഴുകയും കിരീടങ്ങൾ ധരിക്കുകയും ചെയ്യുന്ന ഈ ചിത്രത്തിന് യോഹന്നാൻ്റെ
പരിചിതമായ ചിത്രങ്ങളിൽ പല വേരുകളുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. പ്രകാരം ഈ ജീവികളും 24 മൂപ്പന്മാരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എപ്പോഴും ആരാധിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന്, കർത്താദി കർത്താവും രാജാദി രാജാവുമായവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും ശക്തിയും അർപ്പിക്കുന്നു, സ്തോത്രം അർപ്പിക്കുന്നു, ആരാധിക്കുന്നു. ആ 24 മൂപ്പന്മാരും അവരോട് ചേർന്നുകൊണ്ട് നമുക്കും ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം കഴിയുമോ എന്ന് ചിന്തിക്കാം. ഇവിടെ പ്രകാരം പ്രാർത്ഥന അഭ്യർത്ഥന: സ്വർഗീയ നാഥ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ കരുതലിനും ഞങ്ങൾ രക്ഷിക്കപ്പെടുവാൻ യേശുവിനെ അയച്ചതിനും ഞങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരാണ്. ഞങ്ങളെ സ്നേഹിച്ചതിന് ഞങ്ങൾ നന്ദിയുള്ളവരാണ്. എപ്പോഴും അവിടുത്തേക്ക് സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അങ്ങേ ആരാധിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ പ്രയോറിറ്റി, നാം മുൻപന്തിയിൽ വെക്കേണ്ടത്, നാം ആരാധിക്കേണ്ടത്, നാം സേവിക്കേണ്ടത് ആരെയാണ്? ദൈവമാണ്, ദൈവത്തെയാണ്. എന്തുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുന്നു? ബിക്കോസ് ഹീ ഈസ് അവർ ക്രിയേറ്റർ. ദൈവം നമ്മുടെ സൃഷ്ടിതാവാണ്. എന്നാൽ ഇന്നുള്ള കാലത്ത് സൃഷ്ടികളെ ആരാധിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും. എന്നാൽ ആ സൃഷ്ടിയെയും ദൈവം സൃഷ്ടിച്ചതാണെന്നുള്ള ബോധ്യം അവർക്കില്ല. നാം മനസ്സിലാക്കുക, ദൈവം നമ്മെല്ലാവരെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചതുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കുക. ആരാധനയ്ക്ക് യോഗ്യൻ ക്രിസ്തു മാത്രമാണ്, ദൈവം മാത്രമാണ് എന്ന് ഓർമ്മപ്പെടുത്തുക. മറ്റുള്ളവരിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ എത്തിച്ചുകൊണ്ട്, ദൈവത്തെ കൂടുതൽ അടുത്തറിഞ്ഞുകൊണ്ട്, ദൈവത്തിൽ വേരൂന്നിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവായ ദൈവം നമ്മെ സഹായിക്കുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനും എന്നേക്കും വസിക്കുന്നവനുമായിരിക്കുന്ന ദൈവമേ സ്വർഗ്ഗപിതാവേ, അടിയങ്ങൾ എപ്പോഴും അങ്ങേ ആരാധിക്കുന്നു, നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, സ്വർഗത്തിൽ ഉള്ളതായ ആരാധന ഇതിനൊരു കർത്താവെ വലിയ ഒരു മാതൃക അടിയങ്ങൾ കാണിച്ചു തന്നിരിക്കുന്നു. അടിയങ്ങൾ ഇന്ന് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അങ്ങേ ആരാധിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മനസ്സ്, ഹൃദയം അവിടെ നൽകി തരുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിലും ഉപരിയായിട്ട് സ്വർഗത്തിൽ അടിയങ്ങൾ പ്രവേശിക്കുമ്പോൾ അങ്ങേ ആരാധിക്കുവാനുള്ള ആ ഒരു മനോഭാവം, ആ ഒരു അന്തരീക്ഷം അടിയങ്ങൾക്ക് ലഭിക്കാൻ തക്കണം അടിയങ്ങളെ സഹായിക്കണം. ഇന്ന് കർത്താവെ, കേൾവിക്കാരായിരിക്കുന്ന ഓരോരുത്തരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങേ മാത്രം സ്തുതിച്ചുകൊണ്ട്, അങ്ങേ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനസ്സ് അവർക്കുണ്ടാകുവാൻ തക്കണം സഹായിക്കണം. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, അവരിലും കർത്താവിൻ്റെ കൃപ കൂടിയിരുന്ന് പ്രവർത്തിക്കണം. ഇന്നുള്ളതായ പുതിയ വർഷം നല്ലൊരു അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരുവാൻ തക്കണം സഹായിക്കണം. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ഒരുക്കനാളിൻ്റെ ആശംസ ഞാൻ നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ ഈ ദിവസം എല്ലാവരും വിശുദ്ധ ദിവസത്തിന് വേണ്ടി ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. ആ വിശുദ്ധ ദിവസം സ്വസ്ഥതയ്ക്കുള്ള ശബത്താണ്. വിശുദ്ധ സഭായോഗം കൂടേണ്ടതായ സ്വസ്ഥതയ്ക്കുള്ള ശബത്താണ്. ആ വിശുദ്ധ ദിവസത്തിൽ നാം ദൈവത്തെ ആരാധിക്കുവാനായി സന്തോഷത്തോടെ കടന്നു ചെല്ലുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാവ് എ നൈസ് ഡേ. ആമേൻ.